നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്സപ്പ്, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ ഇൻസ്റ്റഗ്രാം, ഈ ആപ്പുകളൊക്കെ നമ്മൾ പേര് പറയുമ്പോൾ തന്നെ ഓൾ ഓഫ് എ സഡൻ നമ്മുടെ മൈൻഡിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കളർ സൈക്കോളജി. അതിൽ റെഡ് ഫോർ അപ്പറ്റൈറ്റ്, ഓറഞ്ച് ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് യെല്ലോ ഫോർ പോസിറ്റിവിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. സോ ടുഡേ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദോസ് തിങ്സ്. അപ്പാർട്ട് ഫ്രം ഹോം ഇന്റീരിയേഴ്സ്, ലെറ്റ്സ് ലുക്ക് ഇൻ ടു യുവർ ഫോൺസ്. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്സപ്പ്, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ ഇൻസ്റ്റഗ്രാം, ഈ ആപ്പുകളൊക്കെ നമ്മൾ പേര് പറയുമ്പോൾ തന്നെ ഓൾ ഓഫ് എ സഡൻ നമ്മുടെ മൈൻഡിൽ വരുന്നത് അതിന്റെ ലോഗോസോ അതിന്റെ ലെറ്ററിങ്സോ ഒന്നുമല്ല, നമുക്ക് അതിന്റെ കളേഴ്സ് ആണ് ഇനീഷ്യലി വരിക. ലൈക്ക് ഫേസ്ബുക്ക് ആസ് എ ബ്ലൂ ആൻഡ് വാട്സപ്പ് ആസ് ഗ്രീൻ, ഇങ്ങനെയുള്ള കളേഴ്സാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരിക. അപ്പോൾ കളർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് നമ്മുടെ ലൈഫിൽ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഹൗസസ്, നമ്മൾ ഡെയിലി എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മളുടെ വീടുകളിൽ ഡെയിലി ഡെലിവറി ബോയ്സ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അവർ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ വീടിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാറ്? ലൈക്ക് ഗ്രീൻ കളർ പെയിന്റ് അടിച്ചിട്ടുള്ള വീട്, അല്ലെങ്കിൽ ഗേറ്റിനെ കുറിച്ചുള്ള കളർ, അതല്ലെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടിൻ്റെ ഒരു കളർ, ഇങ്ങനെയുള്ള കളേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അധികവും നമ്മളുടെ അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഈ കളർ എന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ. അതൊരു ഐഡന്റിറ്റിയാണ്. ഇറ്റ്സ് an identity in our lifestyle. So when we choose a color, it's not just selecting a color, it's an adding identity to ourselves.